Assalamualaikum, welcome to Zeus Pepe Candy. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മൊരിഞ്ഞ ചിക്കൻ കട്ട്ലറ്റാണ് കേട്ടോ. അതുണ്ടാക്കാനായിട്ടുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കണേ. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഓയിൽ, അതായത് 1.5 ടീസ്പൂൺ ഒലീവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം, കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത്. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കുത്തി എരിഞ്ഞത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവോള മതി, അത് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നീളത്തിലൊന്നും അരിഞ്ഞ് ചേർക്കരുത് കേട്ടോ. കട്ട്ലറ്റിന് എപ്പോഴും ചോപ്പ് ചെയ്ത സവോളയാണ് നല്ലത്. അതിൻ്റെ കൂടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സവോള എന്തിനെങ്ങനെ കട്ട് ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും കട്ട് ചെയ്തിട്ടാൽ പോരെ, സ്ലൈസ് ചെയ്താലിപ്പോൾ എന്താ, ചോപ്പ് ചെയ്താലെന്താ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഓരോ റെസിപ്പിക്കും അതിൻ്റേതായ രീതിയിൽ നമ്മൾ അണിയൻ കട്ട് ചെയ്യണം. ഇപ്പോൾ കട്ട്ലറ്റും അങ്ങനത്തെ സ്നാക്സ് ഫില്ല് ചെയ്യാനൊക്കെ മെജോറിറ്റി സ്നാക്സിനും ഇങ്ങനെ രീതിയിൽ ചോപ്പ് ചെയ്യുന്ന സവോള ആയിരിക്കും നല്ലത്. പക്ഷേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴോ എഗ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നീളത്തിലരിഞ്ഞ സവോളയാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ സവോളയുടെ കാര്യം കഴിഞ്ഞ് ഇതൊന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 2 മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒന്ന് കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല. ഈ 2 പൗഡർ മാത്രം നമ്മൾ അഡീഷണൽ ആയിട്ട് ഇവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നുണ്ട് ചിക്കൻ. കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച ചിക്കൻ ഞാൻ ബോണ് മാറ്റിയെടുത്തേക്കുവാണ് കേട്ടോ. ബോൺലെസ് ചിക്കൻ അല്ലായിരുന്നു. ബോണുള്ള ചിക്കൻ കുക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ബോണ് മാറ്റി മീറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ് പീസ് വാങ്ങിച്ച് കുക്ക് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനത്തെ ബോണുള്ള ചിക്കൻ എടുത്ത് ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഒരു ടിപ്പുണ്ട്. ചിക്കൻ നമ്മൾ മിക്സിയിലിട്ട് മിൻസ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. കൈ കൊണ്ട് നന്നായി ഷ്രെഡ് ചെയ്തെടുത്താൽ മതി കട്ട്ലറ്റിനായിട്ട് കേട്ടോ. ചെറിയ ചങ്ക്സ് ആയിട്ട് ചിക്കൻ കടിക്കാൻ കിട്ടുന്നത് എനിക്കിഷ്ടമാണ് എൻ്റെ കട്ട്ലറ്റിൽ. അപ്പോൾ അത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചിക്കൻ മിൻസ് ചെയ്ത് ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാം, പൊട്ടാറ്റോ. 1 കപ്പ് ചിക്കൻ എടുത്ത് അതിൻ്റെ 1/4 കപ്പ് പൊട്ടാറ്റോ ആണ് നമുക്ക് കുക്ക് ചെയ്ത് ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത പൊട്ടാറ്റോ ആണ് നമുക്ക് ആവശ്യം. പൊട്ടാറ്റോ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലോണം കുക്ക് ചെയ്ത പൊട്ടാറ്റോ ഡ്രെയിൻ ചെയ്ത് അതിനുശേഷം മാത്രമേ മാഷ് ചെയ്ത് ഇതിനകത്ത് ചേർക്കാവൂ. അല്ലെങ്കിൽ അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് നല്ല സോഗിയായിരിക്കും, അത് നല്ലോണം ഓയിൽ കുടിക്കും. ഇനി ഇത് നന്നായി ഉടച്ച് നമ്മുടെ ചിക്കൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ പൊട്ടാറ്റോ ബോയിൽ ചെയ്തപ്പോഴും ചിക്കൻ കുക്ക് ചെയ്തപ്പോഴും അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് കറക്റ്റായിരിക്കണം കട്ട്ലറ്റിന്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സവോളയുടെ കാര്യം പറഞ്ഞു. സവോള ചോപ്പ് ചെയ്ത് ചേർക്കുക, ഒരുപാട് ചേർക്കരുത്. ചെറിയൊരു മീഡിയം സൈസ് സവോള മതി 1 കപ്പ് ചിക്കന്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് തന്നെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ കറിവേപ്പിലയാണ് എനിക്ക് ചിക്കൻ കട്ട്ലറ്റിന് ഇഷ്ടം. വേണമെങ്കിൽ മല്ലിയില ചേർക്കാം, പക്ഷേ കറിവേപ്പിലയാണ് ചിക്കൻ കട്ട്ലറ്റിന് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. പൊട്ടാറ്റോ നന്നായിട്ട് ചിക്കനിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. തണുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി. നമ്മൾ തണുത്തതിന് ശേഷം നമ്മളിത് ചെറിയ ഉരുളകളായിട്ട് ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. ഏകദേശം 1 കപ്പ് ചിക്കനിൽ നമുക്ക് 10 കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ടയുടെ വെള്ളയൊന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല, മുട്ട ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ടുണ്ട്. മെയിൻ സാധനം ബ്രെഡ് ക്രംസ്. ഞാൻ യൂസ് ചെയ്യുന്നത് പാൻകോട ബ്രെഡ് ക്രംസ് ആണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇനി അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രൗൺ ബ്രെഡ് അല്ലെങ്കിൽ വൈറ്റ് ബ്രെഡ് ഒന്ന് കോഴ്സായിട്ട് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രൈങ് പാനിലിട്ട് ഒന്ന് വറുത്തെടുക്കുക. ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട്, അതായത് പാനിലിട്ട് വെറുതെ ഒന്ന് ഡ്രൈ ടോസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്താലും മതി. കോഴ്സായിട്ട് പൊടിച്ചെടുക്കുക, ഒരുപാട് ഫൈനായി പോകരുത്. പിന്നെ ബ്രെഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലേക്സ് പൊടിച്ചും ചേർക്കാം കേട്ടോ. പക്ഷേ ടേസ്റ്റ് കൂടുതൽ ബ്രെഡ് എടുക്കുമ്പോഴാണ്. പിന്നെ മിൽക്ക് ബ്രെഡോ സ്വീറ്റ്നെസ് ഉള്ള ബ്രെഡൊന്നും ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ എടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. വെജിറ്റേറിയൻസ് ആണ്, ചിക്കൻ യൂസ് ചെയ്യുന്നില്ല, വെജ് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ മുട്ടയ്ക്ക് പകരം മൈദാമാവ് ഒരല്പം വെള്ളത്തിൽ കലക്കി നല്ല ലൂസാക്കിയുള്ളൊരു കൺസിസ്റ്റൻസിയിലെടുത്ത് അതിനകത്തേക്ക് മുക്കിയ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡബിൾ കോട്ട് ചെയ്യാം. അതായത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. നന്നായിട്ട് കോട്ടിങ് വേണം എന്നുണ്ടെങ്കിൽ. ഇങ്ങനെ ഉണ്ടാക്കിയ കട്ട്ലറ്റ് നമുക്ക് ഫ്രീസ് ചെയ്യാം. ഒരു 2 ആഴ്ച വരെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം, മോശമാവില്ല.
എന്നിട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് ആ തണുപ്പ് മാറിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇഫ്താറിനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഒരു 15 മിനിറ്റ് മുമ്പ് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എപ്പോഴും ക്രം കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കട്ട്ലെറ്റ്സ് ഒരു 15 മിനിറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. എന്നാലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ക്രംസ് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഇളകി വരും. അത് നമ്മൾ എണ്ണയിൽ വീണ്ടും നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത് ഒരുപാട് ബ്ലാക്ക് കളറാവും. അങ്ങനെ നമ്മൾ കട്ട്ലെറ്റ് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്ത കട്ട്ലെറ്റാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ കാണിക്കുന്ന ഷാലോ ഫ്രൈ ആണ്. നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണ് എങ്കിൽ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ വീട്ടിലൊക്കെ ഇഫ്താറിന് മിക്കവാറും കട്ട്ലെറ്റ് ഉണ്ടാവാറുണ്ട്. എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കട്ട്ലെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്കിതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കട്ട്ലെറ്റ് ഓരോ പീസും എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പാമിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഡെയിലി യൂസിന് എപ്പോഴും ഷാലോ ഫ്രൈ ആയിരിക്കും നല്ലത്. ഡെയിലി അല്ല, എന്നാലും ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഇപ്പം ഇഫ്താർ സമയത്ത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഷാലോ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് സിംഗിൾ കോട്ടിംഗ് മതിയാവും, ഡബിൾ കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചിലർ കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മിക്സിൽ ബ്രെഡ് ക്രംസും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് പകരം നമ്മൾ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ അതായത് പൊട്ടാറ്റോ കുക്ക് ചെയ്തിട്ടുള്ള വെള്ളം ഫുള്ള് ഡ്രെയിൻ ചെയ്തിട്ട് മാഷ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് വാട്ടർ കണ്ടൻറ്റ് കൂടില്ല. അപ്പോൾ നമുക്ക് ആ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുന്നത് ഒഴിവാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷാലോ ഫ്രൈ ചെയ്ത കട്ട്ലെറ്റ്. ഇത് നമ്മുടെ ഡീപ്പ് ഫ്രൈ ചെയ്ത കട്ട്ലെറ്റ്. അപ്പോൾ ഏതാണ് സുന്ദരൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ അല്ലേ? ഞാനെൻ്റെ ഫസ്റ്റ് കട്ട്ലെറ്റ് കഴിക്കുന്നത് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ജംബോ സർക്കസ് കാണാനായിട്ട് പോയപ്പോൾ അവിടെ നിന്നൊരു ഫുഡ് സ്റ്റോളിൽ നിന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ വാങ്ങിച്ചു തന്നെ കേട്ടോ. അന്ന് മുതലേ കട്ട്ലെറ്റ് എനിക്കൊരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ കട്ട്ലെറ്റ് വീക്ക്നെസ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ അല്പമെങ്കിലും ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്നും നിങ്ങൾ മറക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇത്രയും നേരം ക്ഷമയോടെ കണ്ടിരുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ അണ്ടർ വീഡിയോ. ബൈ.